ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഊട്ടിയിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ റിസോർട്ടിലെ പയ്യൻ പറഞ്ഞു ഊട്ടിയുടെ നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ബാക്കിൽ പുലി, കരടി അങ്ങനത്തെ വന്യജീവികൾ വരുന്നു പറഞ്ഞു. അപ്പോൾ അതിനൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ ഊട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അടുത്തുള്ള റിസോർട്ടിൻ്റെ അടുത്തുള്ള ഒരു കാട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ പുലിയും കരടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വല നിന്നെ പുലി കൊണ്ടുപോകും. നമ്മൾ സിനിമയിൽ മറ്റേ പേരൊക്കെയായിട്ട് ആയുധങ്ങളെ കുറച്ച് ആൾക്കാരുണ്ട്. ഭാഗ്യവശാൽ പുലിയുടെ ഭാഗ്യമാണോ നമ്മളെ ഭാഗ്യമാണോ അറിയില്ല, ഇതുവരെ പുലി വന്നിട്ടില്ല. ഒരു പുലി വരികയാണെങ്കിൽ ഒരു 4 ആഴ്ചക്ക് ഇരുന്ന് തിന്നാനുള്ള കടിയുണ്ട്. സൗണ്ട് ഉണ്ടാക്കിയപ്പോ എന്തോ സാധനം അടികൂടെ ഓടി. ഞങ്ങൾ കയറി വരാതിട്ട് വേഗം ഓടി. സൗണ്ട് കേട്ട് ചിന്ന പുലിട്ടാ. നമ്മൾ ബാക്കിൽ നോക്കാൻ നമ്മൾ കൊണ്ടുപോകും. തീരെ താല്പര്യമില്ല കേട്ടോ. പറഞ്ഞ പ്രശ്നമാവലുണ്ട്. പുലി അന്വേഷിച്ച് പുലിമടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ആൻഡ് സീ. പുലിയുണ്ട്, കരടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കാട്ടിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നേക്ക്. അടുത്ത് വാച്ചറല്ല, നമ്മളെ റിസോർട്ടിൽ നമ്മളെ ഹെൽപ്പർ പോയി പുലി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ 2, 3, 4, 5 പേരുണ്ട്. ഈ 5 പേരിലൊരു തൊടാതെ എന്നെ ഞാൻ പുലിക്ക് വിട്ടുകൊടുക്കില്ല. അതിൻ്റെ സത്യമാണ്. ഇതാണ് പുലി. ഇവിടെയാണ് പുലി കിടക്കാറ്. ഇന്നലെ പറഞ്ഞില്ലേ പാറയുടെ മുകളിൽ ഒരു പാറയുടെ മുകളിൽ പുലി കിടക്കണ ഇവിടെ വെച്ചിട്ടൊക്കെ വിളിക്കൂടുന്നത് നിന്ന് കൊടുക്കില്ല. പുലിമടയിൽ നിന്നും പരുന്തലടാ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പരുന്തൽ ആ സൈഡ് മൈസൂർ അല്ലേ? ആ സൈഡ് മൈസൂർ. ഇതെവിടെ? നമ്മൾ കേരളം എവിടെ പോയി സൈഡാ? കേരളം ഇവിടെ. പുലിക്ക് സുഖമായി. നടന്ന് ക്ഷീണിച്ച കുറച്ച് ആൾക്കാരുടെ വന്ന് ആവശ്യത്തിന് തിന്നാൻ പോവുക. അടുത്താളെ വിളിച്ചു എൻ്റെ ബാക്കിയുള്ള കൊടുക്കുക. പുലി 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 പുലി. ഏതാ സൗണ്ട് അല്ലേ? ഗൈസ്, ഈ കാണുന്ന സ്ഥലമാണ് പുലി വെളിക്കിരിക്കാൻ വന്ന സ്ഥലം. രാവിലെ ആയിക്കഴിഞ്ഞാൽ പുലി ഇവിടെ നിന്ന് തൂറാറുണ്ടെന്നാണ് ടീംസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അപ്പുറത്ത് കരടി ഉണ്ടാവും, പക്ഷെ ഒന്നും കാണാനില്ല. എനിക്ക് സംശയമുണ്ട് സ്ഥലല്ലേ, ഇത് പുലി നടത്തുന്ന റിസോർട്ടാണ്. ഈ കാണുന്നത് പുലി വന്നിട്ടുള്ള കാൽപ്പാടുകളാണ്. ഒരെണ്ണം ഉണ്ട്, പിന്നെ പുലിക്ക് കാലില്ല. പിന്നെ പുലി പറന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ 2 കിലോമീറ്റർ നടന്നിട്ട് നമ്മൾ താഴ്വാരത്തിലെത്തിയിട്ടുണ്ട്. പുലിക്ക് ഭാഗ്യമില്ല ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അടുത്ത അഡ്വഞ്ചർ സ്പോട്ടിലേക്ക് ബൈ.